നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആള് അഭിപ്രായം പറയും, അതേപോലെ ഡ്രൈവ് ചെയ്യാൻ നോക്കരുത്, വലിയൊരു അപകടത്തിലോട്ട് പോകും. ഇതിപ്പോൾ നമ്മളൊരു ഇടുങ്ങിയ പാലത്തിലോട്ട് കയറാനായിട്ട് പോവുക, വണ്ടി ടാറ്റയുടെ EV ആണ്. അപ്പോൾ ഇത് ലൈസൻസ് എടുത്തിട്ട് എക്സ്പീരിയൻസ് കുറവുള്ളവർക്കാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാലത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു മനോധൈര്യം കിട്ടാൻ വേണ്ടി, അവർ ബ്ലോക്ക് എല്ലാം വരുമ്പോൾ ഫോൺ അടിക്കുമ്പോൾ ഒരു ഇറിറ്റേറ്റ് ആവുള്ളൂ, അതിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയാണ് അവിടെ കൊണ്ട് ക്ലൈന്റിനെ നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യും. ഇപ്പോൾ വന്ന സൈക്കിൾ ചേട്ടൻ വരെ എന്തോ പറഞ്ഞു, ബാക്കിൽ വരുന്ന ആ ബൈക്കുകാരൻ ഹോൺ അടിക്കുന്നുണ്ട്, അപ്പം ഹോൺ അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ആകുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഇടുങ്ങിയ പാലത്തിൽ നിന്ന് കരകയറാൻ പറ്റും? ഇപ്പം ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ഏജ് കിടപ്പുണ്ട്, ആ ഏജുകാരൻ തന്നെയാണെങ്കിൽ ഒരുപാട് വട്ടം പാനിക്കാക്കി അതിനുശേഷം പുള്ളി റിവേഴ്സ് എടുത്ത് കൊടുത്ത് അതിനുശേഷമാണ് അവസാനം നമ്മൾ മുന്നോട്ട് കയറി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാറ്റയുടെ പഞ്ച് EV വണ്ടിയാണ്. ഏത് സാഹചര്യത്തിലും നമ്മൾ തരണം ചെയ്യണം. അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ കൂടെ ഇരിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്ന പറഞ്ഞാൽ ഒരിക്കലും ചെയ്തത്. നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുക, ആ ഒരു സ്പീഡേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ വീണ്ടും നമ്മളൊരു ഇടുങ്ങിയൊരു